ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലിയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു टीवी डाउनलोड ചെയ്യൂ और एवरीडे कुछ नया सीखो। कुकू टीवी। മുത്തശ്ശ, എനിക്ക് മാത്സിന് 50 ഔട്ട് ഓഫ് 50 കിട്ടി. പക്ഷേ എനിക്ക് 32 മാർക്കേ കിട്ടിയുള്ളൂ മുത്തശ്ശ. ആശംസകൾ മോനെ. സാരമില്ല മോളെ. ഇല്ല, ഇത് നല്ല മാർക്കല്ല. എനിക്കും ഇവനെ പോലെ 50 ഔട്ട് ഓഫ് 50 വാങ്ങിക്കണം. എങ്കിലല്ലേ മുത്തശ്ശൻ എന്നെ ആശംസിക്കത്തുള്ളൂ. എന്നാലും ഞാൻ നിന്നെയും പ്രശംസിക്കും. ഇല്ല ഇല്ല ഇല്ല, എനിക്കിനി നിറയെ മാർക്ക് വേണം. മോളെ, നീ നിന്റെ ബ്രദറിനോട് മത്സരിച്ച് അവനെ പോലെ വരണമെന്ന് കരുതുന്നതിൽ ഒരു ന്യായവുമില്ല. എങ്കിൽ ശരി, നിങ്ങളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഞാനൊരു നല്ല കഥ പറയാം. പണ്ടൊരു കാലത്ത് ഒരാനയും ഒരു ജിറാഫും കാട്ടിൽ ജീവിച്ചിരുന്നു. രണ്ടും വലിയ ജീവികളാണ്. പക്ഷെ അവര് സുഹൃത്തുക്കളൊന്നുമല്ല. അവർക്കുള്ളിൽ ഒരു ചെറിയ പ്രശ്നം. ആന എത്ര ഭാഗ്യം ചെയ്തതാണെന്നോ. എന്തെന്നാൽ അതിന്റെ കയ്യിൽ തുമ്പിക്കൈയുണ്ട്. നോക്കൂ, അത് വെച്ച് അത് എന്തൊക്കെ ചെയ്യുന്നെന്ന്. പക്ഷെ എന്നെ നോക്കൂ. പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വെറും ഉയരം മാത്രമാണുള്ളത്. ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഹോ, അല്ല, എന്താ ഇത്? ഇത് കണ്ടാൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന പൈപ്പ് പോലെയുണ്ടല്ലോ. പക്ഷെ ഇതെങ്ങനെയാണ് കാട്ടിലേക്ക് വന്നത്? പക്ഷേ ഹായ്, ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നു. ഇപ്പോ എന്റെ കയ്യിലും തുമ്പിക്കൈയുണ്ട്. അവൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? ഇത് കാണാൻ കോമാളിയെ പോലെയുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ മുകളിൽ പറന്നു ചെന്ന് ഇത് കാണാൻ എല്ലാ മൃഗങ്ങളെയും വരാൻ പറയാം. എത്ര വേണമെങ്കിലും ചിരിച്ചോളൂ. പക്ഷേ എനിക്കിപ്പോൾ തുമ്പിക്കൈയുണ്ട്. ഇവിടെ ഈ മരക്കഷ്ണമുണ്ടല്ലോ, ഒരു പ്രശ്നവുമില്ല. ഇതെന്റെ തുമ്പിക്കൈ കൊണ്ട് ഞാൻ പൊക്കിയെടുക്കും. കുഴപ്പമില്ല, വിട്. ഇനിയും ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പഠിക്കണം. ഇപ്പൊ നീ എന്തു ചെയ്യാനാ ശ്രമിക്കുന്നത്? നോക്കൂ, നിന്നെ പോലെ എന്റെ കയ്യിലും തുമ്പിക്കൈയുണ്ട്. നോക്ക്. ഓ, ഇപ്പൊ നിനക്കും എന്നെ പോലെ തുമ്പിക്കൈ ഉണ്ടല്ലേ? നിന്നെ പോലെ നീണ്ട കഴുത്ത് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ആ മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള കിളുന്തറ ഞാൻ പറിച്ചെടുത്തേനെ. എന്ത്? എന്റെ ഈ നീണ്ട കഴുത്ത് നിനക്ക് ഇഷ്ടപ്പെട്ടെന്നോ? തീർച്ചയായും. ഞാൻ നിന്നെ പോലെ ആകാൻ ശ്രമിച്ചു. പക്ഷെ നീ ഇത്രയും സമയം നീ എന്നെ പോലെ ആകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ആനയും ആ ജിറാഫും പരസ്പരം മനസ്സിലാക്കി അവർ നല്ലൊരു സുഹൃത്തുക്കളായി മാറി. ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? മാത്സിലെ ഇവൻ എന്നെക്കാളും നല്ലോട്ട് പഠിക്കുന്ന നല്ല കാര്യം തന്നെയാ. പക്ഷേ ഇവനേക്കാളും ഞാൻ വേഗത്തിൽ ഓടും. ഞങ്ങൾ രണ്ടുപേരും പ്രത്യേക കാര്യത്തിന് സ്പെഷ്യലാണ്.